ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മസാലപ്പുട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി. പിന്നെ 3 മുട്ട വേണം, പുട്ടും വേണം. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം. പിന്നെ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്റ്റൗ കത്തിച്ച് പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാത്രം നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോഴാണ് അതിലേക്ക് ഉള്ളി ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മളൊരു വലിയ സൈസ് ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി വഴറ്റണം. നല്ലോണം ഉള്ളി വാടി വരണം. അപ്പം ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അതിലേക്ക്. ഞാൻ ഇപ്പോൾ അതിലൊരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് ഇളക്കി ഉള്ളി നല്ലോണം വെന്ത് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഉള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളി നല്ലോണം വെന്ത് വന്നാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചത് ചേർക്കാം. അത് നല്ലോണം മിക്സ് ആക്കണം. അതിൻ്റെ ആ ഒരു പച്ച ചുവയെല്ലാം മാറണം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി ഇളക്കി എല്ലാം നല്ല മിക്സായി. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ആദ്യം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഇളക്കണം. ഇളക്കി എല്ലായിടത്തും മഞ്ഞൾപ്പൊടിയായ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ കുത്ത് മാറിയതിന് ശേഷം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി. അപ്പം നമ്മൾ മിക്സ് നല്ലോണം ഇളക്കി നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഇത് കുറച്ച് സൈഡിലോട്ട് മാറ്റി വെക്കാം മസാല. എന്നിട്ട് നമുക്കതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഈ സമയം പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ പച്ചക്കറി ആഡ് ചെയ്യാം. ക്യാരറ്റോ പൊട്ടറ്റോ ബീൻസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഇല്ലെങ്കിൽ സാധാ നോർമലി ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചാലും മതി. പിന്നെ അപ്പം മുട്ട നമുക്ക് നടുക്കുന്നൊന്ന് ആദ്യം കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മിക്സ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നൂല് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യൽ. നിങ്ങൾക്ക് എല്ലാം കൂടി ഇളക്കുന്നെങ്കിൽ അങ്ങനെ ഇളക്കാം. ഞാൻ നടുക്കുന്ന മാത്രം ഒന്ന് കുറച്ചൊന്ന് വെന്ത് കുറച്ചൊരു കട്ട പോലെ ആകുമ്പോൾ എല്ലാം കൂടി മിക്സാക്കും. ഇതെല്ലാം മിക്സാക്കി ഇനി നന്നായി എല്ലാം മുട്ട എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കുക. അപ്പം നമ്മൾ മുട്ട മസാല അരപ്പുറം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇടേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇടണം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇടുന്നവർക്ക് കറിവേപ്പില ഇടാം. എൻ്റെ അടുത്ത് ഇപ്പം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് വെച്ച മല്ലിയില നമുക്കതിലേക്ക് ഇടാം. ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കണം. അപ്പോൾ കുറച്ച് ഞാനൊന്ന് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുട്ടുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇനി അടുത്തത് നമുക്കതിലേക്ക് പുട്ടിടാം. പുട്ട് എല്ലാം നന്നായി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ചായി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കണം. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുക. ഉള്ളി വഴറ്റുമ്പോഴും പുട്ടിടുമ്പോഴെല്ലാം തീ സിമ്മിൽ വെച്ച് നന്നായി വഴറ്റി വേണം. ഇത് പെട്ടെന്ന് തീ കൂടിയാൽ നമ്മൾ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പം നമ്മൾ അത്രയും തീ കുറച്ച് നല്ല സ്ലോയിൽ ചെയ്താൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിപ്പോൾ പുട്ടിടുമ്പോഴും തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ നന്നായി ഇളക്കി. ഇനി പുട്ട് മാക്സിമം മസാലേൻ്റെ കൂടെ കിടന്ന് നന്നായി ഇളക്കി നല്ല മിക്സായി വരണം. അപ്പോഴാണ് അതിനൊരു ആ ടേസ്റ്റ് പിടിക്കുക. മാക്സിമം ആ കട്ടയായതൊക്കെ നമ്മൾ പൊടിച്ച് നന്നായിട്ട് മിക്സാകുന്ന തരത്തിൽ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ മല്ലിയില അതിലേക്ക് ഇടാം.
അതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ മസാലപ്പുട്ട് റെഡിയാവും. ഇതാ ഏകദേശം കുറച്ചൊന്ന് ആവിയെല്ലാം കയറി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴെല്ലാം കൊടുക്കാൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കെല്ലാം ആക്കി കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ലുക്ക് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കേ.